Annie's Kitchen and you're watching Annie's Kitchen with Annie. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷ് എന്ന് പറയുന്നത് ഒരു കേസരിയും ഒരു സ്മൂത്തിയാണ് ചെയ്യാൻ പോകുന്നത്. കേസരി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള എല്ലാ മലയാളികൾക്കും അറിയാം, നോർത്ത് ഇന്ത്യയിൽ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് കേസരി എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് ഞാൻ ഇവിടെ കേസരി ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു ചർച്ച നടക്കാൻ പോകുന്നത്. ഇവിടെ അതിനകത്ത് കേസരി ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാനൊരു കാര്യം പറയാം. നമ്മുടെ ഗവൺമെൻറ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് ആരോഗ്യപരമായി നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നമ്മൾ വീട്ടമ്മമാർ ഒരുപാട് പേര് അറിയാതെ പോകുന്ന ഒരു സത്യമാണ്. ഗവൺമെൻറ് നമുക്ക് വേണ്ടി, അതായത് പോഷകക്കുറവുള്ള കുട്ടികൾക്കും ഒക്കെ ആയിട്ട് ഒരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു പൊടി ഇറക്കിയിട്ടുണ്ട്. ഇതൊരു നല്ലൊരു സ്വീറ്റാണ് ഈ പൊടി. ഇത് വെച്ച് സ്വീറ്റ് ഡിഷസ് എന്നതേലുമൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറയുന്നത് ഇതിനകത്ത് ഗോതമ്പ്, കടലപ്പരിപ്പ്, നിലക്കടല, സോയ, പഞ്ചസാര ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കിയേക്കുന്നത്. ഇതിൻ്റെ ന്യൂട്രീഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ്. അതായത് അനീമിക് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒക്കെ ഇത് കൊടുക്കാൻ ഒത്തിരി നല്ലതാണ്. ഇതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോവരുത്. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു കേസരിയും ഒരു സ്മൂത്തിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കേസരിക്ക് വേണ്ടി സാധനങ്ങൾ എന്നാക്കിയാന്ന് വെച്ചാൽ കുറച്ച് അണ്ടിപ്പരിപ്പ്, കുറച്ച് മുന്തിരിങ്ങ, കുറച്ച് റവ, കുറച്ച് നെയ്യ്, പിന്നെ നമ്മുടെ അമൃതം ന്യൂട്രീഷൻ മിക്സ് എന്ന് പറയുന്ന ആ പൊടിയും കൂടെ ഇതിൻ്റെ കൂടെ ചേർക്കണം. ഇനി നമ്മൾ ഫസ്റ്റ് എന്നാ ചെയ്യാൻ പോകുന്നത്, നമ്മളിതെങ്ങനെ ഉണ്ടാക്കണ്ടേന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേസരിയാണ്. ഫസ്റ്റ് കേസരിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടിയത് നെയ്യാണ്. കുറച്ച് നെയ്യ് ഒഴിക്കുക. കുറച്ച് തന്നെ നെയ്യ് നല്ലോണം കേസരിക്കുള്ളത് നല്ലതാട്ടോ. നെയ്യ് ഒഴിച്ചേച്ച് ഇതിനകത്തോട്ട് ആദ്യം കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഒന്ന് വറുത്തെടുക്കുക. അണ്ടിപ്പരിപ്പ് ഒരു ഇച്ചിരി ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ മാത്രം നമ്മുടെ മുന്തിരിങ്ങ ചേർത്തേച്ചാൽ മതി. ഇതിൻ്റെ കൂടെ നമ്മൾ പഞ്ചസാര റവയുടെ കൂടെ ചേർക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ ചേർക്കാൻ പോകുന്ന അമൃതം ന്യൂട്രി മിക്സാണ് ചേർക്കുന്നത്. ഇതിൻ്റെ അളവ് എന്ന് പറയുന്നത് സാധാരണ റവ കേസരിക്ക് 1 കപ്പ് റവ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് പഞ്ചസാരയാണ് അതിൻ്റെ അളവ്. പക്ഷേ ഇതിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് ശരിക്കും പറഞ്ഞാൽ 1:1 എന്ന രീതിയിൽ തന്നെ എടുത്തേച്ചാൽ മതി. ഇനിയിപ്പോൾ നമുക്ക് ബേസിക്കലി ഉള്ള ഒരു കാര്യം എന്നാണെന്നറിയാവോ, ശരിക്കും നമ്മൾ വിചാരിക്കും ഇതിനാ കേസരിയിലോട്ട് ചേർക്കുമ്പോഴത്തേക്ക് ഒരു ചുവ വ്യത്യാസം വരും, പിള്ളേരതൊന്നും കഴിക്കുകയില്ല എന്നൊക്കെ തോന്നുമായിരിക്കും. പക്ഷേ അല്ല, അങ്ങനെ ഒന്നും തോന്നത്തില്ല. പിള്ളേർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവേ. നമ്മുടെ ഈ പറഞ്ഞ പോലെ കേസരി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ സ്മൂത്തി ഉണ്ടാക്കി കൊടുത്താലും പിള്ളേർ നല്ലോണം കഴിക്കും. ഇത് വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി മുന്തിരിങ്ങായും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഈ മുന്തിരിങ്ങയ്ക്ക് അധികം നേരമില്ല. ഇനി ഇതിനെ അങ്ങ് കോരിയെടുക്കുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നെയ്യിൽ തന്നെയാണ് ഞാൻ റവ മൂപ്പിക്കാൻ പോകുന്നത്. റവ ചേർക്കുമ്പോൾ എപ്പോഴും ആലോചിച്ചോളുക, ഒരുപാട് ചേർക്കരുത്, അതിൻ്റെ ഡബിളായിട്ട് അത് ആവും. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് വേണം നമ്മൾ റവ ഒരു പാത്രത്തിൽ ഉണ്ടാക്കുമ്പോൾ നോക്കിയേച്ച് വേണം ചേർക്കാനായിട്ട്. ഈ റവ നല്ല ഒരു പച്ചച്ചൊവ മാറുന്നിടം വരെ ഒരു ഇച്ചിരി നേരം മൂപ്പിക്കണം. അത് എന്നാന്ന് വെച്ചാൽ പച്ചച്ചൊവ മാറുക എന്ന് പറഞ്ഞാൽ ഒത്തിരി നേരമൊന്നും എടുക്കുകയില്ല. ചീനച്ചട്ടി നല്ല ചൂടായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ റവ മൂക്കാൻ എന്നാ നേരം വേണം. ഇച്ചിരി നെയ്യൂടെ ഒഴിച്ചേച്ച് നല്ല അസലായിട്ട് റവയൊന്ന് മൂപ്പിച്ചെടുക്കാം.
ഇത് ശരിക്കും നമ്മളിപ്പോൾ കേസരി തന്നെയല്ല, ഉപ്പുമാവ് ഉണ്ടാക്കാൻ നല്ല. നമ്മൾ ബേസിക്കലി ഉപ്പുമാവ് കഴിക്കുമ്പോൾ ഒരു ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ടേച്ചല്ലേ കഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇത് റവയുടെ കൂടെ തന്നെ ഇത് ചേർക്കുവാന്നേൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ നല്ലതാണ്. നല്ല ടേസ്റ്റുമാണ് ഉപ്പുമാവിനല്ലേ. പിന്നെ ഉപ്പുമാവും ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഡിഷ് ആയതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പിന്നെ എല്ലാവർക്കും കേസരി അറിയാൻ മേലേ എന്നൊരു ചോദ്യം വരും. പക്ഷേ എന്നാലും ചിലർക്ക് അതിൻ്റെ ഒരു അളവിൻ്റെ ഒരു വ്യത്യാസം ചോദിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് ഈ കേസരി ആക്കിയത് തന്നെ. അതും മാത്രമല്ല, നമ്മുടെ ഈ ന്യൂട്രിമിക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് എൻ്റെ പ്രേക്ഷകരോട് എനിക്ക് പറഞ്ഞു തരണം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും കൂടെ ഒന്ന് മനസ്സിലാക്കി, അഥവാ കേസരി ഉണ്ടാക്കുവാണെങ്കിൽ തന്നെ പഞ്ചസാര ഒന്നും ഇടാതെ ഇത്രയും നല്ലൊരു സാധനം നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ നമ്മൾ വേറൊരു സാധനത്തിന് അന്വേഷിച്ച് പോകുന്നതിനെക്കാട്ടിലും നല്ലത് ഇതല്ലേ. അതാ പണ്ടുള്ളവർ പറയുന്നത്, മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ നല്ല സാധനങ്ങൾ നമ്മുടെ കയ്യെത്തും ദൂരത്തിരിക്കുമ്പോൾ നമ്മൾ അത് മനസ്സിലാക്കി പോകുന്നതാണ് ഏറ്റവും നല്ലത്. ആ റവ ഒരു മൂത്ത് കഴിഞ്ഞു. ഒരുപാട് അങ്ങ് മൂത്ത് ബ്രൗൺ ആവാനല്ല, റവയുടെ മൂപ്പ് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് എന്നാ ചേർക്കാൻ പോകുന്നത് ഈ അമൃതം ന്യൂട്രി മിക്സ് ആണ്. ഇതിനും ശരിക്കും ഒരു അളവുണ്ട്. നമ്മൾ റവ എത്രയാണ് ചേർത്തേക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് വേണം ഈ ന്യൂട്രി മിക്സും ചേർക്കാനായിട്ട്. ഈ പൊടിയും ഒരു ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം, ഇതിന് കേസരിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു കളർ വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇതിൻ്റെ കൂടെ ചേർക്കുക. അത് ആ വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ചേർക്കണം. കുറച്ച് മതി. ഫുഡ് കളർ ചേർക്കണം എന്നുള്ളവർക്ക് ഫുഡ് കളർ ചേർക്കാം. ഇത് കുറച്ച് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് കുറച്ച് സ്റ്റിക്കി ആവും. അപ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് നെയ്യ്. കേസരിക്ക് ബേസിക്കലി നിറച്ച് നെയ്യ് വേണം. അലങ്കരിക്കാൻ വേണ്ടി കുറച്ച് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങായും വെച്ചിട്ട് ബാക്കി കുറച്ചിനകത്ത് അങ്ങ് ചേർക്കാം. നമ്മുടെ പാനയിൽ ശരിക്കും പറഞ്ഞാൽ ഇത് ഒട്ടിപ്പിടിക്കാതെ തവിയെ തന്നെ ഇങ്ങനെ പെരണ്ട് നമുക്ക് മറിച്ചിടാൻ പറ്റുന്ന സമയത്ത് കുറച്ചുകൂടെയൊക്കെ നല്ലതായിട്ട് എന്നാ പറയുക നെയ്യ് ചേർക്കുക. കേസരിക്ക് നെയ്യ് നല്ലോണം ചേരണം, എന്നാൽ മാത്രമേ കേസരി കുറച്ച് സോഫ്റ്റ് ആവത്തുള്ളൂ. നമ്മുടെ കേസരിയുടെ റവ നമ്മൾ എത്ര ടൈറ്റൺ ആക്കുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ആ കഷ്ണം മുറിക്കാൻ നോക്കുന്നത്. നമുക്ക് ഒത്തിരി സോഫ്റ്റ് കേസരിയാ വേണമെന്നുണ്ടെങ്കിൽ ഒത്തിരി അങ്ങോട്ട് ടൈറ്റ് ആക്കണ്ട. ഈ നമ്മൾ ഈ എന്താ പറയുക ഇങ്ങനെ ഈ സമയത്ത് നെയ്യ് ഒഴിച്ചിങ്ങനെ വരട്ടി എടുക്കത്തില്ലേ, ആ വരട്ടി എടുക്കുന്നത് കുറച്ച് ടൈറ്റ് ആക്കാതിരുന്ന സ്പൂണിൽ കഴിക്കാനുള്ള ഇതാവും. അതല്ല നമ്മൾ നല്ലോണം ടൈറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ബ്രെഡ് ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് അതിൻ്റേതായ ആകൃതിയിൽ ഇത് ഫില്ല് ചെയ്യുക. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അത് തണുക്കുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ഏത് ഷേപ്പിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ മുറിച്ചെടുക്കും. ഇത് ശരിക്കും ഞാനൊരു പീസസ് ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മാക്സിമം ടൈറ്റ് ചെയ്യുന്നതിന്. ശരിക്കും നമ്മുടെ ഈ അമൃതം ന്യൂട്രി മിക്സിനകത്ത് ഫ്ലേവേർഡ് ആണ്. ഇതിനകത്ത് ഏലക്ക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു നല്ല മണമുണ്ട്. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം നമുക്ക് ഇതിനകത്ത് ഏലക്ക ചേർത്താൽ മതി. അത് അത്രയും പോരാ, ഏലക്ക ഇച്ചിരി കൂടി വേണം തോന്നുവാണെങ്കിൽ നമുക്ക് പൊടിച്ച് ചേർക്കാം. നമ്മൾ എടുത്തു വെക്കുന്ന പാത്രത്തിനകത്ത് ഇച്ചിരി എണ്ണ തൂത്ത് വെച്ചേച്ച് എണ്ണയല്ല നെയ്യ് തൂത്ത് വെച്ച് വേണം നമ്മളെ കേസരി ആക്കാനായിട്ട്.
ഇപ്പോൾ ശരിക്കും കണ്ട അതിനകത്ത് ഒട്ടും കട്ടയില്ല. നമ്മളിനി ആ പ്ലേറ്റിലോട്ട് ആക്കുമ്പോഴത്തേക്ക് ആ ഷേപ്പിലോട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ ഇച്ചിരി നെയ്യ് തൂത്തേച്ച് ഇങ്ങനെ ഷേപ്പ് ആക്കുമ്പോഴത്തേക്ക് അതൊട്ടും കട്ടിയില്ലാത്ത രീതിയിൽ നല്ല സോഫ്റ്റ് കേസരിയായി മാറും. അത് ഈ ടൈറ്റ് ചെയ്യുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ സ്ക്വയർ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ നമ്മൾ ഒരാളുടെ മുന്നേ കൊണ്ടൊരു ബൗളിൽ വെക്കുന്ന തെറ്റല്ലേ. അപ്പോൾ ഒരു കേക്കൊക്കെ മുറിക്കുന്ന പോലെ ഒരു പീസസ് ഒക്കെ ആയിട്ട് വയ്ക്കാൻ ഒക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ടൈറ്റ് ആക്കുന്നത്. അതായത് നമ്മുടെ തവിയേന്നൊക്കെ നല്ലോണം വിട്ട് വരണം. കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ വേണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി നെയ്യ് ചേർക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, നല്ലതാണ്. ഇങ്ങനത്തെ സ്വീറ്റ് ഡിഷസൊക്കെ ഉണ്ടാക്കുമ്പം നെയ്യിലുണ്ടാക്കുന്നതാണ് ഏറ്റവും സ്വാദ്. ഇത്രയും മതിയാവും. ഇനി എന്നാ ചെയ്യുന്നത്, ഞാൻ തീ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മേളിൽ ഒരു ഇച്ചിരി ഞാൻ പറഞ്ഞു കേൾക്കും, ഈ നെയ്യ് ഇങ്ങനെ തൂത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ കറക്റ്റായിട്ട് അത് ആ ഷേപ്പിനായിട്ട് അങ്ങ് വരുവേ. പക്ഷേ ഈ പാത്രത്തിലല്ല ഞാൻ ചെയ്യുന്നത്. പക്ഷെ എന്നാലും ആ ചൂടിൽ ഇച്ചിരി നേരവും കൂടി ഇരിക്കുമ്പോൾ റവയല്ലേ, അപ്പോൾ ഉള്ള വെള്ളം അങ്ങ് വറ്റിപ്പൊക്കോളും. കളർ ചേർക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഫുഡ് കളറോ ചേർക്കാം. ഈ സമയത്ത് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തില്ലേ, ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കളേഴ്സ് ചേർക്കുന്നത്. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതല്ല യെല്ലോ ഫുഡ് കളർ ചേർക്കണമെങ്കിൽ അത് ചേർക്കാം, ഓറഞ്ച് ആണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ കേസരി ഇങ്ങനെ ഇരിക്കട്ടെ. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് പിള്ളേർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സ്മൂത്തിയാണ് ചെയ്യാൻ പോകുന്നത്. രാവിലെ നമ്മൾ വലിയ ആൾക്കാരായാൽ പോലും ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സമയമില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും ഒരു സ്മൂത്തിയൊക്കെ ഭയങ്കര ഹെൽത്താണ്. നമ്മുടെ എന്താ പറയുക, നമ്മൾ കുറച്ച് ഹെൽത്തൊക്കെ ശ്രദ്ധിക്കുന്ന ഏറ്റവും നല്ലതാണ്. ഇതിനകത്തോട്ട് ഒരു 2 പച്ചപ്പഴം, അതായത് ഈ പച്ച നിറത്തിലുള്ള പഴമായാലും മതി, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഗോൾഡൻ റോബസ്റ്റ് ആയാലും മതി, ഒരു 2 എണ്ണം. ഇച്ചിരി ഓട്സ് കിട്ടുവാണെങ്കിൽ അതുകൂടി ചേർക്കാം. ഇതിനകത്തോട്ട് കുറച്ച് കപ്പലണ്ടി, പഞ്ചസാരയ്ക്ക് പകരം ഞാൻ ഈ അമൃതം ന്യൂട്രി മിക്സ് ചേർക്കുന്നത്. മധുരം എത്ര വേണ്ടതെന്ന് വെച്ചാൽ ആ കണക്കനുസരിച്ച് നമ്മളിത് ചേർത്താൽ മതി. പിന്നെ വേണ്ടിയത് ഒരു ഇച്ചിരി തൈര്, പിന്നെ അത് അടിച്ചെടുക്കാൻ വേണ്ടി ഉള്ള പാല്. ഭയങ്കര ലൂസല്ല, ഒരു തിക്കാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇനി വേണ്ടിയത് വാനില എസൻസ്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണാം. ഞാൻ പറഞ്ഞില്ലേ, ഒരു നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിനകത്ത് ഇച്ചിരി ഓട്സും കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ്, അത് കുറച്ചുകൂടെ ആരോഗ്യമാണ്. നമ്മൾ ഈ മൊത്തത്തിൽ ആരോഗ്യമായിട്ട് നോക്കുമ്പോൾ ഇച്ചിരി ഓട്സും കൂടെ ഒക്കെ ഇടുന്നത് നല്ലതാണ്. വെൽക്കം ബാക്ക് ടു ആനീസ് കിച്ചൻ. ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ പ്രോഡക്റ്റ്സ് രണ്ടും നല്ല സ്വീറ്റ് ഡിഷസ് ആണ്. കുട്ടികളെ ബേസ് ചെയ്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത കാര്യം. വേറെ ഒന്നും കൊണ്ടല്ല, പിള്ളേരാണ് ഭക്ഷണത്തിന് ഏറ്റവും കൂടുതൽ എന്നാ പറയുക ഇച്ചിരി പ്രയാസമൊക്കെ കാണിക്കുന്നത്. അത് വേണ്ട ഇത് വേണ്ട എന്നൊക്കെ പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അമ്മമാർ കുറച്ചൊരു ഗിമിക്സ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ, നല്ല നല്ല പോഷകങ്ങളൊക്കെ ഉള്ളിൽ ചെല്ലണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തേ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ അമൃതം ന്യൂട്രി മിക്സിൻ്റെ ഈ ഓരോ ഗുണങ്ങളെക്കുറിച്ച് ഞാൻ ശരിക്കും പറഞ്ഞ ഒരാ വീട്ടമ്മ നിലയ്ക്ക് നമ്മളൊരു സ്റ്റോറിൽ പോയി മേടിക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്കിലെ ഇൻസ്ട്രക്ഷൻസ് കണ്ടുവച്ചാൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോഡക്റ്റ് മേടിക്കുന്നത്. പക്ഷേ ഇന്ന് അത്രയും മാത്രം അറിവ് നമുക്ക് അതിനെപ്പറ്റി പോരാ. ഇതിനെപ്പറ്റി കൂടുതൽ അറിവ് തരാൻ വേണ്ടിയിട്ട് ഇന്ന് ആനീസ് കിച്ചണിൽ വരാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത് IAS ബിജു പ്രഭാകർ സാറാണ്. അദ്ദേഹം നമ്മുടെ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചും അവരുടെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും കീനായിട്ട് പഠിച്ചിട്ട് അവർക്ക് എന്തിൻ്റെയാണ് കുറവ്, സ്ത്രീയുടെ സുരക്ഷതയെക്കുറിച്ചും കുട്ടികളുടെ സുരക്ഷതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കാനായിട്ട് നമുക്ക് എന്നെപ്പോലെ കുറേ വീട്ടമ്മമാരുണ്ടെന്നറിയാം. അതിനെക്കുറിച്ച് ഒരുപാട് അറിവുകൾ നമുക്ക് പകർന്നു തരാൻ വേണ്ടിയാണ് അദ്ദേഹം വരുന്നത്. ഇന്ന് ആനീസ് കിച്ചണിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ബിജു സർ, ഞങ്ങളുടെ ആനീസ് കിച്ചണിലേക്ക് വരുമ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചു എൻ്റെ ഏട്ടൻ്റെ
ഫിലിം കിങ്ങിലെ ഒരു ചെറിയ മ്യൂസിക് ഒക്കെ ഇട്ട് തരാറ്. ബിക്കോസ് ഞങ്ങൾ എപ്പോഴും സാറിനെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു അനദർ ജോസഫ് ഫെലിക്സ്, ഒരു എല്ല് കൂടുതലാണ് എനിക്ക് എന്നൊരു ഇമ്പാക്റ്റ് ആണ് സാറിന് ബാക്കി കിടക്കുന്നത്. അങ്ങനെയാണ്. ബിക്കോസ് സാറ് ആ ഒരു സാറിന്റെ ഒരു വർക്ക്, ആ ഡെഡിക്കേഷൻ, സാറിന്റെ ആ സ്ട്രെങ്ത്, പവർ എല്ലാം ഞങ്ങൾ മലയാളികൾ കണ്ടതല്ലേ. സർ, ഇപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സർ ഞങ്ങൾ വീട്ടമ്മമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിൽ, അവരുടെ ആരോഗ്യത്തെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടൊക്കെ വളരെ സന്തോഷമുണ്ട്. കാര്യം ഞങ്ങൾക്കിപ്പോൾ ഒരു എന്താ പറയുക, ഞങ്ങളെയും ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ട് എന്നുള്ളൊരു സന്തോഷം ഞങ്ങളുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പിന്നിലുള്ള പദ്ധതികളും എന്തൊക്കെയാണ് സർ ഇതിൻ്റെ ബാക്കിലുള്ളത്? വിമൻ ആൻഡ് ചൈൽഡ് എന്ന് പറയുന്ന പുതിയതായിട്ട് വന്ന ഡിപ്പാർട്ട്മെൻറ്റാണ്. ഗവൺമെൻറ്റിൻ്റെ LDF ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ അവർ പറഞ്ഞു ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വിമൻ ആൻഡ് ചൈൽഡ് ഉണ്ടാകും. വിമൻ ആൻഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങളിലാണ് ഞങ്ങളിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. വൺ ഈസ് ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ്, സെക്കൻഡ് ഈസ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് വിമൻ ആൻഡ് ചൈൽഡ്. അപ്പം ട്രഡീഷണലി നമ്മൾ ഡെവലപ്മെൻറ്റ് മാത്രമായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ഈ അടുത്ത കാലത്താണ് വിമൻ റൈറ്റ്സ്, ചൈൽഡ് റൈറ്റ്സ് എന്നുള്ളത് ഭയങ്കരമായിട്ട് എൻഫോഴ്സ് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കും ഏത് തരത്തിലും ഒരു തരത്തിലുള്ള അബ്യൂസും ഇല്ലാതെ, അതായത് ഒരു തരത്തിലും അവർക്ക് ഒരു ഭീഷണി ഇല്ലാതെ എല്ലാ തരത്തിലുള്ള ഒരു ഫ്രീ ആൻഡ് ഫെയർ ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പം നടത്തുന്നത്. സർ, നമ്മുടെ വീട്ടിലുള്ള അമ്മമാർക്ക് ഒരു ചുമതല എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം. ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഒരു സ്ത്രീ ശ്രദ്ധിക്കേണ്ടത് അവരുടെ പ്രഗ്നൻസി ടൈമിലാണ്. ഫ്രം ദ ഫസ്റ്റ് മന്ത് ടു ദ 9th month വരെ നമ്മൾ ഈച്ച് ആൻഡ് ഒരു അമ്മയുടെ കെയറിങ് പോലെ ഇരിക്കും കുട്ടിയുടെ ആരോഗ്യം എന്നാണ് അമ്മമാർ പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വെയിറ്റ് എടുക്കാൻ സമ്മതിക്കോ, ആഹാരത്തിന് എന്തെങ്കിലും ഒരു കുറവ് വന്നാൽ അയ്യോ അത് കഴിക്കണം, കഴിച്ചേ പറ്റുള്ളൂ, ഫോഴ്സ്ഡ് ആണ് നമ്മൾ. ശരിക്കും അതിന് നമ്മൾ ഏറ്റവും കൂടുതൽ ആരോഗ്യപരമായി നോക്കണം എന്ന് പറയുന്നത് കുട്ടികളുടെയും കൂടെ ആരോഗ്യമാണ്. പക്ഷേ ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തിൽ നിന്നും നല്ലൊരു സപ്പോർട്ട് ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ആ ഒരു സപ്പോർട്ടിനെ കുറിച്ച് സാർ ഒന്ന് പറയുന്നു. കേരളത്തിൽ ഈവൻ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അമ്മമാർ പോലും അവെയർ അല്ല. കാരണം എന്ന് വെച്ചാൽ ആഹാരം ഇല്ലാത്ത ആൾക്കാർ കേരളത്തിലുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ വളരെ കുറവുള്ള ആൾക്കാരാണ്. പക്ഷേ ആഹാരമുള്ളവർ ശരിയായിട്ടുള്ള ആഹാരം കഴിക്കുന്നുണ്ടോ? 32.7% സ്ത്രീകൾ കഴിഞ്ഞ 2015 സർവേ അനുസരിച്ച് അനീമിക്കാണ്. എന്താ കാര്യം? ഞാൻ 2010 തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ബ്ലഡ് ഹെൽത്തി വർക്ക് ചെയ്യുന്നു, 3 കൊല്ലം ഹെൽത്തി വർക്ക് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ബ്ലഡ് കളക്ഷന് വേണ്ടി പോയി. 215 പെൺകുട്ടികൾ അവിടെ വന്നതിൽ 43% പെൺകുട്ടികളുടെ ബ്ലഡ് കളക്ട് ചെയ്യാൻ പറ്റത്തില്ല, അവർ അനീമിക്കാണ്. എന്ന് വെച്ചാൽ ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ചെല്ലുന്നില്ല. അപ്പോൾ ഇങ്ങനെ പോഷകങ്ങൾ ചെല്ലാത്ത ഒരു പെൺകുട്ടി, അപ്പം ടീനേജിൽ ഇത് വളരെ കൂടുതലാണ്. ഒന്ന് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നു, പീരീഡ്സും മറ്റുമൊക്കെ ആയിട്ടുള്ള ബ്ലഡ് ലോസ് ഉണ്ടാകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ഇതാരും പരിശോധിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ആളുകൾ അതിനെപ്പറ്റി ബോധമല്ല. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന കുഞ്ഞിന് ഒന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും മെൻ്റലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാകും. അയൺ ഫോളിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി അയൺ ഫോളിക് ആസിഡ് സപ്ലൈ ചെയ്യുന്നൊരു പ്രോഗ്രാം സ്കൂളുകളിലുണ്ട്. ഒരൊറ്റ അധ്യാപകരാണെന്നുണ്ടെങ്കിൽ കുട്ടികളെ നിർബന്ധപൂർവ്വം കഴിപ്പിക്കുന്നില്ല. കുട്ടികൾ കഴിച്ചതായിട്ടാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പ്രഗ്നൻസി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും കഴിക്കേണ്ടതാണ്. ഞങ്ങളുടെ ന്യൂട്രിമിക്സിനകത്തും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഫോർട്ടിഫൈ ചെയ്തിട്ട് അയൺ, ഫോളിക് ആസിഡ്, അതുപോലെ തന്നെ സിങ്ക്, കാൽഷ്യം ഇതെല്ലാം കൂടി ചേർത്ത് 11ഓളം മൈക്രോ ന്യൂട്രിയൻസ് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതാണെന്നുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള രീതിയിൽ വീടുകളിൽ പോലും കഴിക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, ആവശ്യമായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് കുട്ടിക്ക് ഉണ്ടാകുന്നില്ല. ആവശ്യമായിട്ടുള്ള ഞാൻ നിംഹാൻസ് എന്ന് പറഞ്ഞിട്ട് മെൻ്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട ബാംഗ്ലൂരിലെ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നിംഹാൻസ് ബാംഗ്ലൂർ. അവിടെ ഒരു ബ്രെയിൻ മ്യൂസിയം ഉണ്ട്. ഈ ബ്രെയിൻ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള ബ്രെയിൻ കാണാം. ഇപ്പോൾ ടേപ്പ് വേം ഉണ്ടെന്നുണ്ടെങ്കിൽ തലയിൽ ബ്രെയിനകത്താണെന്നുണ്ടെങ്കിൽ ഹോളൊക്കെ ഉണ്ടായിട്ടുള്ള ടേപ്പ് വേം കയറിയിട്ടുള്ള ബ്രെയിൻസ് അവിടെ ഇരുന്നുണ്ടെയാണ് നമ്മൾ ഭീകരമായിട്ടത് കാണും. അതുപോലെ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തിട്ടുള്ളവരുടെ ബ്രെയിൻ അവരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് എന്തുമാത്രമാണെന്നുണ്ടെങ്കിൽ ബ്രെയിനിനകത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കുന്നു എന്നുള്ളത് കാണാം. ഇതുപോലെ തന്നെയാണ് അയണോ ഫോളിക് ആസിഡോ ആവശ്യമായിട്ടുള്ള മൂലകങ്ങളില്ലാത്ത ഒരു കുട്ടിയുടെ ബ്രെയിൻ ഞാൻ കണ്ടു. ആവശ്യമായിട്ടുള്ള ഡെവലപ്മെൻ്റ് ഇല്ല. ആ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി അധികം അസുഖം വരുന്നത്. ഇത് മാനസികമായിട്ട് വരാം. ചെറിയ തോതിലാണെന്നുണ്ടെങ്കിലും മാനസികമായിട്ട് കുട്ടി പഠിക്കുന്നില്ല, അല്ലെങ്കിൽ കുട്ടിയുടെ സ്വഭാവത്തിൽ തന്നെയുള്ള വൈകൃതങ്ങളുണ്ടാകുന്നു, ഇതൊക്കെ വരാം. പക്ഷെ ഇത് ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകളും ഏതാണ്ട് കേരളത്തിലെ മൊത്തത്തിലുള്ള പോപ്പുലേഷൻ എംപ്ലോയ്മെൻറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ സർവീസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 60-65% ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 60-65% ടീച്ചേഴ്സ് ലേഡീസാണ്.
അവരുടെ മക്കൾക്കും ഇത് തന്നെയാണ് സ്ഥിതി. അപ്പോൾ ഇത് 32%, അതായത് 1/3 സ്ത്രീകൾ അനീമിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അപമാനമാണ്. സത്യം സർ. ഇപ്പോൾ ശരിക്കും സാർ പറഞ്ഞ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിമന് പോലും ഇതിനെപ്പറ്റി അറിവില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ഒരു ഫസ്റ്റ് ഒരു 1000 days ഇസ് സോ വാല്യുബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ പ്രാധാന്യം സർ ഒന്ന് പറഞ്ഞു തരണം. ശരിക്കും ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ആയ ഇപ്പം എനിക്ക് പോലും 3 കുട്ടികളായിട്ട് പോലും അത്രയും അറിവില്ല. പക്ഷെ എന്നാലും സാർ ഒന്ന് അതിനെപ്പറ്റിയുള്ള ആ വാല്യൂ ഒന്ന് പറഞ്ഞു തരണം. ഈ നമുക്ക് പ്രഗ്നൻസി ഈ 1000 days മുമ്പ് തന്നെ നമ്മളൊരു ഫൗണ്ടേഷൻ ഉണ്ടാകണം. അതായത് അഡോൾസെൻ്റ് ഗേൾസിൻ്റെ ആ പീരീഡ് തൊട്ടേ നമ്മൾ ഈ അനീമിയെ ആവശ്യമായിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് വന്ന് ഒരു ഹെൽത്തി, അതായത് വെദർ യു ആർ പ്രിപ്പയർഡ് ടു ഗെറ്റ് പ്രഗ്നൻറ്റ് എന്നുള്ള ഒരു ചിന്താഗതി ആരും നോക്കുന്നില്ല. കല്യാണം കഴിക്കുന്നു, വിടുന്നു. ദ ഫസ്റ്റ് 278 days അമ്മയുടെ പ്രഗ്നൻസി പീരീഡ് പ്ലസ് 365 പ്ലസ് 365 ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഫസ്റ്റ് 1000 days എന്ന്. അൺഫോർച്ചുനേറ്റ്ലി ഇത് വളരെ നെഗ്ലക്റ്റഡ് ആയിട്ടുള്ളൊരു പീരീഡാണ്. ഉദാഹരണത്തിന് ബ്രസ്റ്റ് ഫീഡിങ്. ഒരു കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഇതിനകത്തുണ്ടെങ്കിൽ ദ ഫസ്റ്റ് 1 hour, ആ 1 hourനുള്ളിൽ ബ്രസ്റ്റ് ഫീഡ് ആയിരിക്കണം. കേരളത്തിൽ ഏതാണ്ട് അഗെയിൻ 1/3 33% അമ്മമാർ, പ്രത്യേകിച്ച് സിസേറിയൻ ഏറ്റവും കൂടുതലുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്ഥലത്ത് കിടന്നുണ്ടെങ്കിൽ ആദ്യത്തെ ആ 1 hour ഒരിക്കലും ആണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഫീഡിങ് പറ്റുന്നില്ല. ഏതാണ്ട് 47% ആൾക്കാർ 6 മാസത്തിനുള്ളിൽ എക്സ്ക്ലൂസീവായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നില്ല. ഇതിന് ചിലപ്പം ബ്രസ്റ്റ് ഫീഡിങ്ങിനകത്ത് പല കാരണങ്ങളുണ്ടായിരിക്കും, സൗകര്യമില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിസേറിയനായിട്ടൊരു ഒരു പെൺകുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് ജനിച്ചതിന് ശേഷം 5 മണിക്കൂർ 6 മണിക്കൂറാണ്. അപ്പം പുറത്തേക്ക് വന്ന ലോകത്തിനെ ഫേസ് ചെയ്യുന്ന ഒരു കൊച്ചു കുഞ്ഞിന് ആദ്യത്തെ 1 മണിക്കൂർ അല്ലെ അരമണിക്കൂറിനുള്ളിൽ കൊളസ്ട്രോൾ എന്ന് പറയുന്ന മഞ്ഞപ്പാൽ എന്ന് പറയുന്നത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ ഇമ്മ്യൂണിറ്റി എത്രയോ വർദ്ധിക്കുന്നതാണ്. അതിന് ഏതാണ്ട് 5 മണിക്കൂർ 6 മണിക്കൂർ ഡിപ്രൈവ്ഡ് ആകുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന ഇത്രയും പഠിച്ച ഡോക്ടർമാർ അതിനെപ്പറ്റി ശ്രദ്ധിക്കുന്നില്ല, ഇത്രയും പഠിച്ച നേഴ്സന്മാർ ശ്രദ്ധിക്കുന്നില്ല, അമ്മമാർ ശ്രദ്ധിക്കുന്നില്ല. അപ്പം നമുക്ക് വലിയ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇതാണ് സ്ഥിതി. ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ ഇഷ്യൂ. അപ്പോൾ ആ ഫസ്റ്റ് 1000 days എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ദ ഗോൾഡൻ അവേഴ്സ് എന്നാണ് പറയുന്നത്. ആദ്യത്തെ 10 മിനിറ്റ് 15 മിനിറ്റാണ് ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത്. അപ്പോൾ എത്രയും പെട്ടെന്നാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ള. പക്ഷേ നമ്മൾ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അരമണിക്കൂറായി, ബ്ലീഡ് ചെയ്തു, കോംപ്ലിക്കേറ്റഡ് ആയി, പിന്നെ ആശുപത്രി കൊണ്ടുപോയിട്ട് വരും. എന്ന് പറഞ്ഞതുപോലെയാണ് പ്രഗ്നൻസി പീരീഡിന് മുമ്പ് തൊട്ട് ആ 2 കൊല്ലം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ അംഗൻവാടി പോലും കുട്ടികൾ വരുന്ന 3ാമത്തെ വയസ്സിന് ശേഷമാണ്. സർ, ഇപ്പം സർ പറഞ്ഞു ബ്രസ്റ്റ് ഫീഡിങ് ആ ഫസ്റ്റ് 3 hours കൊടുത്തിരിക്കണം. അപ്പം ഒരു വിവരമുള്ളൊരു ഡോക്ടർ ഒരു സിസേറിയൻ കഴിഞ്ഞ കുട്ടിക്ക് എന്തായാലും എണീറ്റ് വന്ന് കൊടുക്കാൻ പറ്റില്ല. വി ആർ ഫോഴ്സ്ഡ് ടു ഫീഡ് ദം. പക്ഷെ അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല? ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കണ്ടേ അവർ? ഈ കുഞ്ഞിനെ അവിടം വരെ കൊണ്ടുപോയിട്ട് ചിലപ്പോൾ ആ സിസേറിയൻ്റെ കോംപ്ലിക്കേഷൻ കാരണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. പക്ഷേ ഈ 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂഷ്യലായിട്ടുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് കൊടുത്തിട്ട് എന്താ കാര്യം? ഇത് എല്ലാവരും ഇൻസിസ്റ്റ് ചെയ്യണം, ദിസ് ഈസ് മൈ റൈറ്റ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ റൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു അമ്മ ആദ്യം തന്നെ പറയണം. അപ്പോൾ ഈ കാര്യങ്ങളിലെ നമ്മളൊരു എന്താണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നുള്ള നിലയിൽ ഇത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗം, എല്ലാവരും അല്ലേ ഇതിനെപ്പറ്റി അറിയാവുന്നവരൊക്കെ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ അനുസരിച്ച് ഇതാണ് കാണിക്കുന്നത്. ഓക്കെ സർ, അപ്പം നമ്മുടെ ആരോഗ്യം കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ ഈ ആരോഗ്യവും കുട്ടികളുടെയും സ്ത്രീകളുടെയും ഒക്കെ കണക്കിലെടുത്തിട്ടാണ് സർ ഗവൺമെൻറ് കുറേ പദ്ധതികൾ മുന്നിട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു ഫോർവേഡ് വിഷൻസ് എന്തൊക്കെയാണ്, ഫ്യൂച്ചർ വിഷൻസ്? അംഗൻവാടി സർവീസസ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗൻവാടി വിടുന്ന കുട്ടി ഉടൻ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നുള്ളതാണ്. അംഗൻവാടി സർവീസസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കലോ പഠിപ്പിക്കൽ മാത്രമല്ല, 6 സർവീസസിൽ ഒന്നാണ് ഈ പഠനം എന്നുള്ളത്. അതിനേക്കാളുപരി പ്രോപ്പറായിട്ടുള്ള ഈ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിൽ ഉള്ള ഇൻ്റർവെൻഷൻസ് ആണ്. അപ്പോൾ അംഗൻവാടി സർവീസസ് അനുസരിച്ച് പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ ഞങ്ങളുടെ ടാർഗറ്റ് ഗ്രൂപ്പിലുള്ളതാണ്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ 2 വയസ്സ് വരെയാണെന്നുണ്ടെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ഞങ്ങളുടെ ഇതിലുള്ള അഡോളസെൻ്റ് ഗേൾസ് ഉള്ള. അപ്പം അഡോളസെൻ്റ് ഗേൾസ്, പ്രഗ്നൻറ്റ് വിമൻ, ലാക്ടേറ്റിംഗ് മദേഴ്സ്, പിന്നീട് 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഇവർക്ക് വേണ്ടി വരുന്ന ഇമ്മ്യൂണൈസേഷൻ, ന്യൂട്രീഷണൽ റിക്വയർമെൻറ്റ്സ്, ഇതുള്ള 6 സർവീസസ് നമ്മളവിടെ കൊടുക്കുന്നുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി കുറച്ച് അഫ്ലുവൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അംഗൻവാടിയിലോ അതെനിക്കുള്ളതല്ല, ന്യൂട്രിമിക്സോ ഫ്രീ ആയിട്ട് എന്തുമാത്രം ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത്. വി സ്പെൻഡ് അറൗണ്ട് 500-600 crores ഇത്രയും രൂപ ഈ അംഗൻവാടി സിസ്റ്റത്തിന് വേണ്ടി. അപ്പോൾ ഇഷ്ടംപോലെ ഫുഡാണ് കൊടുക്കുന്നത്. അംഗൻവാടിയിലെ ഫുഡ് ഞങ്ങൾക്ക് വേണ്ട, പക്ഷെ അത് ഫോർട്ടിഫൈഡ് ആണ്, ഏറ്റവും ശുദ്ധമായിട്ടുള്ള. അതേസമയം
ടി വിയിലെയും മറ്റും പരസ്യം കണ്ടിട്ട് ഇതൊക്കെ ഉണ്ട്, കുട്ടി ജിറാഫിനെ പോലെ വളരുമെന്നൊക്കെ പറഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഉള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ചീപ്പസ്റ്റായിട്ട് എന്നാൽ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണമായിട്ടുള്ള കൺട്രോളുള്ള ഒരു പ്രൊഡക്ഷനാണ്. ആ പ്രൊഡക്ഷനുള്ള സാധനങ്ങൾ അവർ ന്യൂട്രിമിക്സ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ കഴിക്കുന്നില്ല. പക്ഷേ ഞങ്ങളിപ്പോൾ അതിനകത്ത് ഞങ്ങളുടെ ഭാഗത്തും ചില ഇമ്പ്രൂവ്മെൻറ്റ്സ് ആവശ്യമുണ്ട്. ഒന്നെന്ന് പറയുന്നത് സർ, അത് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ന്യൂട്രിമിക്സിന്റെ സാധനം വെച്ചിട്ടാണ്, ആ പൊടി വെച്ചിട്ടാണ് ഞാൻ ഇന്ന് എൻ്റെ ഒരു ഡിഷ് ഉണ്ടാക്കിയത്. ഇച്ചിരി സ്വീറ്റ് കണ്ടന്റ് അതിന് ഇച്ചിരി കൂടുതലാണ്. അപ്പോൾ പിള്ളേർക്ക് ചിലപ്പോൾ സ്വീറ്റ് ഇഷ്ടമായിരിക്കാം. പക്ഷേ ഈ പ്രഗ്നന്റ് ലേഡീസിനും ഒക്കെ ഈ പറഞ്ഞ പോലെ സ്വീറ്റ്സ് കഴിക്കാൻ പറ്റുമോ? ഇതിൽ ഇപ്പം ആനി ഇപ്പം 2 ഡിഷല്ലേ, ഞങ്ങളുടെ അംഗൻവാടി ടീച്ചേഴ്സാണ് ഒരു 10-25 ഡിഷെങ്കിലും ഇതിലുണ്ടാക്കും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കോമ്പറ്റീഷൻ നടത്തുന്നുണ്ട്. ഹൽവയും ബാക്കിയുള്ള ഒത്തിരി കാര്യങ്ങളും. ഇവിടെ അംഗൻവാടിയിൽ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരേ ടേസ്റ്റിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്ന് വെച്ചോ, അവർ കഴിക്കില്ല. സോ ഇറ്റ് ഹാസ് ടു ബി അതിനുള്ള അംഗൻവാടിയിലുള്ളൊരു സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ആലോചിക്കുന്നത് ഇതിനെ ബിസ്ക്കറ്റായിട്ടും കുക്കീസായിട്ടും ഒക്കെ മാറ്റുന്ന രീതിയിൽ. പിന്നെ ഈ റെസിപ്പിക്കകത്ത് പഞ്ചസാരയുടെ അളവ് ഒരു അല്പം കൂടുതലാണെന്നുള്ളൊരു വിമർശനം വന്നിട്ടുണ്ട്, വിച്ച് വി ഹാവ് അക്നോളജ് ദാറ്റ്. പക്ഷേ ഇതിനകത്ത് കോസ്റ്റും ഒക്കെ ഉണ്ട്. കോസ്റ്റ് ഒരു ഫാക്ടറാണ്. 243 യൂണിറ്റിലാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പം പഞ്ചസാര മാറ്റിയിട്ട് പാം ഷുഗർ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഇഷ്ടം പോലെ, അതായത് ഞാൻ കൃഷി വകുപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അന്നേരമാണ് നമ്മുടെ ഈ ശർക്കരയ്ക്കാണെന്നുണ്ടെങ്കിലും ജാഗരിക്കകത്താണെന്നുണ്ടെങ്കിലും പാം ഷുഗറിനകത്താണെന്നുണ്ടെങ്കിലും മിക്കവാറും ഈ പറയുന്ന എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്. തന്നെ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ചേർത്ത് കഴിയുമ്പോൾ ഇതൊക്കെ ചൂടാക്കി കഴിഞ്ഞാൽ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതാണെന്നുണ്ടെങ്കിൽ ആ പ്രശ്നവും ഇല്ല. അപ്പോൾ ആ രീതിയിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കുറച്ച് മോഡിഫിക്കേഷൻസ് കൊണ്ടുവരുന്നുണ്ട്. വി ലൈക്ക് ടു മേക്ക് ഇറ്റ് ടേസ്റ്റിയർ. ഓക്കെ സർ, ഇപ്പോൾ ശരിക്കും ഞാനിത് വാങ്ങി ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ആ ഇൻസ്ട്രക്ഷൻസ് കണ്ടിട്ടും അതിൻ്റെ പ്ലസ് പോയിന്റ്സ് കണ്ടിട്ടുമാണ് ഞാൻ മേടിക്കുന്നത്. ശരിക്കും സർ, ഈ അമൃതം ന്യൂട്രിമിക്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്താണ് ശരിക്കും? 5 ഇൻഗ്രീഡിയൻസ് ഉള്ള ഇതാണ്. മെയിനായിട്ട് വീറ്റാണ്, അതുപോലെ തന്നെ സോയാബീൻ ചങ്ക്സ് ഉണ്ട്, ഷുഗർ ഉണ്ട്, പിന്നെ ഗ്രൗണ്ട് നട്ട്സ് ഉണ്ട്. ദർ ഇസ് വൺ മോർ തിങ്. ഇത് 5 കൂടെ ഒരു മിക്സഡ് പ്രൊപ്പോർഷനിലാണെന്നുണ്ടെങ്കിൽ ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനം തന്നെ ഡെവലപ്പ് ചെയ്ത. അതിനകത്ത് ആ ഷുഗർ കണ്ടൻറ്റ് മാറ്റിയിട്ട് ഞങ്ങളിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഈ പാം ഷുഗർ ചേർക്കുക എന്നുള്ളതാണ്. അതിനേക്കാൾ ഉപരി സോയ ചങ്ക്സ് ആണ് സ്ലൈറ്റ്ലി ചില അറ്റ് ടൈംസ് ഒരു ചെറിയൊരു ഡിസ്റ്റേസ്റ്റ് ഉണ്ടാക്കുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ അതിങ്ങനെ നിഫ്റ്റോ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായിട്ടും CFTRI മൈസൂർ ഇവരുമായിട്ടൊക്കെ ടൈപ്പ് ചെയ്ത് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു വിത്തിൻ 3-4 മന്ത്സ് ഞങ്ങൾക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. സർ, ഇത് ശരിക്കും നമ്മുടെ എല്ലാവർക്കും അറിയണം എന്നില്ല ഈ ഒരു ന്യൂട്രിമിക്സിന്റെ കാര്യം. ഇപ്പം ഞാൻ തന്നെ വെരി റെയർലി ആണ് എനിക്കിത് അറിയാൻ പറ്റി. ഇതേപോലെ ഒത്തിരി വീട്ടമ്മമാരുണ്ട് ഇതിനെക്കുറിച്ച് അറിവില്ലാതെ ഇരിക്കുന്ന. പക്ഷേ ഇതിൻ്റെ വാല്യൂ, അതായത് അതിൻ്റെ ന്യൂട്രിയൻസും എല്ലാം നമ്മുടെ ഡെയിലി ലൈഫിന് എന്താ പറയുക, സർ നേരത്തെ പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാതെ പോകുന്നവർക്ക് അല്ലെങ്കിൽ ഒരു കുട്ടികൾക്കായാൽ പോലും ആ ഒരു ഇമ്മ്യൂൺ ബാലൻസ് ചെയ്യാനും അല്ലെങ്കിൽ നമ്മുടെ ദേഹത്തെ കുറവുകൾ ബാലൻസ് ചെയ്യാനും ഈ ഒരു പൊടിയിൽ പറ്റുന്നുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ വായിച്ചിട്ടും ഞാൻ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കിയിട്ടുമാണ്. പക്ഷെ എൻ്റെ മിക്ക പ്രേക്ഷകർക്കും ഇതിനെക്കുറിച്ച് അറിവില്ല. ഇത് എവിടെ കിട്ടുമെന്നോ, എങ്ങനെ വാങ്ങണമെന്നോ, ഇത് എത്ര പേർക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നോ. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ബിറ്റ്വീൻ 3 and 6 കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ കുടിക്കാൻ കൊടുക്കുന്നതെന്നുള്ളതാണ്. ഇത് എവിടുന്ന് കിട്ടും? ഇത് എല്ലാവർക്കും കഴിക്കാൻ സാധിക്കുമോ? അതൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇതാണ് നമ്മുടെ ഇപ്പം ഈ അംഗൻവാടിയുടെ വാർഷിക സർവേ വരുന്നത്. ഇപ്പം അതിനെപ്പറ്റി കുറച്ച് വിവാദമൊക്കെ വന്നതും. സർ, അതിനെപ്പറ്റി ഒരു തെറ്റിദ്ധാരണയും കൂടെ ഉണ്ട്. അവർ സർവേ എടുക്കാൻ വരുമ്പോൾ ഇപ്പൊ പൗരത്വ ബില്ലിനെ കുറിച്ചിട്ടുണ്ടോ എന്നൊരു സംശയവും കൂടെ ഉള്ളതുകൊണ്ട് മിക്കവരും സർവേ കൊടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അതും കൂടെ സർ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരണം. ഈ എല്ലാവരുടെയും ആധാർ ഏതാണ്ട് 90% 95% ആൾക്കാരുടെ ആധാർ ഓൾറെഡി കേന്ദ്ര ഗവൺമെൻറ്റിലുണ്ട്. ഇനിയിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ പുതിയൊരു സർവേ നടത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ ചുമ്മാതെ ആവശ്യമില്ലാത്ത എല്ലാ വർഷവും വാർഷിക സർവേ അംഗൻവാടി നടത്തുന്നുണ്ട്. എന്താണ് ചുറ്റുപാടും എത്ര കുട്ടികൾ 6 വയസ്സിന് താഴെയുണ്ട്, എത്ര പ്രഗ്നൻറ്റ് ലേഡീസ് ഉണ്ട്, എത്രയാണെന്നുണ്ടെങ്കിൽ ലാക്ടേറ്റിംഗ് മദേഴ്സ് ഉണ്ട്, എത്ര അഡോളസെൻറ്റ് ഗേൾസ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് മൊത്തത്തിൽ എത്ര പേരുണ്ട്, ഇതെല്ലാം വെച്ചിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതുവരെ നടന്നുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അംഗൻവാടി ടീച്ചർക്ക് ഒരു 11 രജിസ്റ്റർ ഉണ്ട്. കേരളത്തിൽ 33,115 അംഗൻവാടി ഉണ്ട്. അതിൽ 11 രജിസ്റ്റർ ഉണ്ട്. ഈ 11 രജിസ്റ്ററിൽ എഴുതി വെക്കുന്നത് ഇപ്പോൾ സെക്രട്ടറി എന്നുള്ള നിലയിലാണെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല എന്താ എഴുതിയെന്നുള്ളത്. അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിലാണ് കുട്ടികൾക്ക് വിളർച്ച ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ല. ഏത് പഞ്ചായത്തിലാണ് സ്ത്രീകൾക്ക് അനീമിക്കായിട്ട് കൂടുതലായിട്ടുണ്ടെന്ന്. ചില ട്രൈബൽ ഏരിയ ഞങ്ങൾ നടത്തിയപ്പോൾ 70% അനീമിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, 70% പെൺകുട്ടികൾ സ്ത്രീകൾ അനീമിക്കാണ് ട്രൈബൽ ഏരിയാസ്, തിരുവനന്തപുരത്ത് തന്നെയുള്ള ട്രൈബൽ ഏരിയാസ്. അപ്പോൾ ഇപ്പം കേന്ദ്ര ഗവൺമെൻറ് ഒരു സോഫ്റ്റ്വെയർ കൊണ്ടുവന്നു. ഈ രജിസ്റ്റർ 10 രജിസ്റ്റർ മാറ്റാം, 11 രജിസ്റ്റർ 10 രജിസ്റ്റർ മാറ്റിയിട്ട് ഓരോ ചോദ്യ ഉത്തരവായിട്ട് ഒരു സാധാരണ അംഗൻവാടി ടീച്ചർക്ക് മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തമിഴിൽ അല്ലെങ്കിൽ കന്നഡയില്ല
ഇവിടെ കേരളത്തിൽ ഈ 3 ലാംഗ്വേജുള്ള ഇതിലാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവർ അനലൈസ് ചെയ്തിട്ട് അവിടുത്തെ ICD സൂപ്പർവൈസർക്ക് കാണാം ഇന്ന അംഗൻവാടിയിലുള്ള പരിധിയിൽ ഇത്ര കുട്ടികൾ സിവിയർലി മാൽനറിഷ്ഡ് ആണ്. ദെൻ അംഗൻവാടി ടീച്ചർക്ക് അവിടെ പോയിട്ടാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ അത് സ്റ്റണ്ടിങ് വേസ്റ്റിംഗ് എന്ന് പറയും. ഏജിനനുസരിച്ചിട്ടുള്ള ഹൈറ്റ് ഇല്ല, ഏജിനനുസരിച്ചിട്ടുള്ള വെയിറ്റ് ഇല്ല, ഏത് കുട്ടിക്കാണ്. അപ്പോൾ അത്രയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ നടത്താൻ പറ്റും. ഇത് തന്നെയാണെന്നുണ്ടെങ്കിൽ ICD സൂപ്പർവൈസറുടെ മുകളിലുള്ള CDPO എന്ന് പറയുന്ന ചൈൽഡ് ഡെവലപ്മെൻറ്റ് ഓഫീസർ കാണുന്നുണ്ടെങ്കിൽ ഏത് അംഗൻവാടിയുടെ അല്ലെങ്കിൽ ഏത് ICD സൂപ്പർവൈസറുടെ കീഴിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രിവലൻസ് ഉള്ളത് അവിടെ ഇൻ്റർവ്യൂ ചെയ്യാം. അങ്ങനെ സ്റ്റേറ്റിലെ സെക്രട്ടറി എന്നുള്ള നിലയിലോ അല്ലെങ്കിൽ മിനിസ്റ്റർക്ക് എന്നുള്ള നിലയിലോ ഡയറക്ടർ എന്നുള്ള നിലയിലോ പറയാം ഏത് ജില്ലയിലാണ് ഈ പ്രശ്നം, ഏത് കുട്ടിക്കാണ്. ഇത്രയും സ്പെസിഫിക് ആയിട്ടുള്ളൊരു സർവേ ആണ് നടക്കുന്നത്. ഇനി ഇതിനകത്ത് വരുന്നത് അംഗൻവാടി സർവീസസിനകത്ത് വരുന്ന വളരെ ചുരുക്കം ആളുകൾക്ക് ചിന്താഗതിയുണ്ട്. അംഗൻവാടി എന്ന് പറഞ്ഞാൽ പാവങ്ങൾക്കുള്ളതാണ്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ചിന്ത അതല്ല. സർ, ശരിക്കും ഈ നമുക്ക് എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്. അതായത് സാർ ഇപ്പൊ പറഞ്ഞതുപോലെ അത് നമുക്കുള്ളതല്ല, അത് കുറച്ച് താഴ്ന്ന ആൾക്കാർക്കുള്ളതാണ്, നമ്മൾ എടുക്കണം. ശരിക്കും ആ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി ചോദിക്കാണ് സർ, ഈ അംഗനവാടിയുടെ എന്തൊക്കെയാണ് അവരുടെ സേവനങ്ങൾ, പ്രവർത്തനങ്ങൾ? ഇമ്മ്യൂണൈസേഷൻ ഏറ്റവും കൂടുതൽ എല്ലാവരെയും ബാധിക്കുന്നതല്ലേ? എല്ലാവരും ബാധിക്കും. പക്ഷെ ചിലരാണെന്നുണ്ടെങ്കിൽ പറയും ഞങ്ങൾ മതപരമായിട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കുട്ടിയെ ഇമ്മ്യൂണൈസ് ചെയ്യത്തില്ല. ആർക്കാണ് നഷ്ടം? നമ്മുടെ കുട്ടിയെ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ കുട്ടിയെ എന്ന് പറഞ്ഞ പോലെയാണ് അംഗൻവാടിയുടെ എല്ലാ സർവീസസും. അതിൽ തന്നെ ഈ ആഹാരത്തിൻ്റെ ന്യൂട്രിമിക്സ് ആണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അവൈൽ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇത് അംഗൻവാടിയിലെ ഫുഡല്ലേ, ഇത് വേണ്ട. അപ്പോൾ ഇതിന് പകരമാണെന്നുണ്ടെങ്കിൽ എത്രയോ കോസ്റ്റ്ലി ആയിട്ടാണെന്നുണ്ടെങ്കിൽ കൊടുക്കുന്നു. ഇപ്പം നമ്മൾ പല ആൾക്കാരും അംഗൻവാടിയിലെ ക്വാളിറ്റി മോശമാണെന്ന് പറഞ്ഞിട്ട് പ്ലേ സ്കൂളിൽ പോകുന്നു. ആ കുട്ടിക്കാണെന്നുണ്ടെങ്കിൽ സമയത്തിന് കിട്ടുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സർവീസസ് പ്രായഭേദമന്യേ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് ഇതിനകത്ത് ആ ന്യൂട്രീഷണൽ ആസ്പെക്ട്സ് ഇത് നമ്മൾ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. കാരണം ഈ അടുത്ത കാലത്ത് നമ്മുടെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ചോദിച്ചു, നിങ്ങൾ ഈ 1975 തൊട്ടാണ് അംഗൻവാടി സർവീസ് തുടങ്ങുന്നത്, എന്നിട്ട് എന്താ കേരളത്തിൽ 33% സ്ത്രീകൾ ഈ അനീമിക്കായിട്ടിരിക്കുന്നത്? ദർ ഇസ് സംതിങ് റോങ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം വെച്ചാൽ ഈ രജിസ്റ്ററിൽ എഴുതി വെച്ചിട്ട് ഒരു അംഗൻവാടി ടീച്ചർ പോയിട്ട് പറഞ്ഞാൽ പറ്റില്ല. സർക്കാരിൻ്റെ ഫുൾ മെഷീനറി വേണമെന്നുള്ള. അപ്പോൾ അത് ഈ സർവേയിലൂടെ വരുമ്പോഴത്തേക്ക് ആ ഡീറ്റെയിൽസ് കിട്ടും. അതുകൊണ്ടാണ് കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു പോഷൺ അഭിയാൻ എന്ന് പറഞ്ഞിട്ടൊരു സ്കീമുണ്ട്. ന്യൂട്രീഷൻ മാത്രം, ഇതിനകത്തുള്ള 6 കമ്പോണൻറ്റിൽ ന്യൂട്രീഷൻ മാത്രം ഉള്ള കമ്പോണൻ്റ് എടുത്ത് ആ 4 ടാർഗറ്റ് ഗ്രൂപ്പ്, അഡോൾസൻറ്റ് ഗേൾസ്, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, ലാക്ടേറ്റിംഗ് മദേഴ്സ്, കുട്ടികൾ, ഇവരെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സമ്പുഷ്ട കേരളം എന്ന് പറയുന്നത്. സമ്പുഷ്ടമായിട്ടുള്ള ഇതാണ്. നമുക്ക് വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് വേണം. ഇപ്പോൾ കേരളം തന്നെ ഡയബറ്റിക് ക്യാപിറ്റലാണ്. എന്താ കാര്യം? ആളുകൾ എനിക്കറിയത്തില്ല, ഞാൻ ഓരോരുത്തരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഉച്ചയ്ക്ക് ഇത്രയും ചോറ് കഴിക്കുന്ന ആളാണ്. രാവിലെ ഞാൻ 2 ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. രാത്രിയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫുഡ് സ്കിപ്പ് ചെയ്തിട്ടാണ് നടക്കുന്നത്. അതെൻ്റെ ശരീരത്തിൽ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള, ബട്ട് ഐ എം ഹെൽത്തി, ഐ ക്യാൻ പെർഫോം മൈ ഡ്യൂട്ടി വെരി വെൽ. ഇത് ഓരോരുത്തരൊക്കെ സദ്യക്കുമൊക്കെ പോകുന്നുണ്ടേ അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കഴിക്കുന്ന കാണുന്നുണ്ട് നമ്മൾ 90-95% ഇത്രയും വലിയ കൂനയുള്ള ചോറ്. അതിനകത്ത് പച്ചക്കറി എന്ന് പറയുന്നൊരു സാധനമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ മീനും അതുപോലുള്ള സാധനങ്ങൾ കഴിക്കത്തില്ല. ഇതിൻ്റെ ദോഷം എന്താണ്? ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ ഇപ്പോൾ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. കീറ്റോ ഡയറ്റിനകത്ത് ഒത്തിരി ദോഷങ്ങളുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷേ കീറ്റോ ഡയറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാൾ, ഈ അടുത്ത കാലത്ത് ഞാനൊരു പ്രശസ്തനായിട്ടുള്ള ഒരു ഡോക്ടർ കൂടിയായിട്ടുള്ള MK മുനീർ സാറിനെ കണ്ട്, അദ്ദേഹം ഡയബറ്റിക്കാണ്. അദ്ദേഹം പറഞ്ഞാൽ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ സ്ട്രിക്റ്റ് സെൻസിലല്ല, പക്ഷേ ഐ ക്യാൻ കൺട്രോൾ മൈ ഡയബറ്റിക്. ഇപ്പം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അഗ്രികൾച്ചർ ചെയ്യുന്ന സമയത്ത് ജാക്ക് ഫ്രൂട്ട്, നമ്മുടെ ചക്കയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു. ചക്കപ്പൊടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ചപ്പാത്തിക്കകത്തൊക്കെ ഇത് ചെയ്യാൻ നല്ലതാണ്. അതിനകത്തുള്ള ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് 70% വാട്ടർ കണ്ടൻറ്റും ഫൈബറുമാണ്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ വലിയ കുഴപ്പമില്ല. പക്ഷേ എനിക്കറിയത്തില്ല, ഇത്രയും ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാർ ഇത്രയും ചോറ് കഴിച്ച് പിന്നെയും ഡയബറ്റിക്കായി കുറച്ച് ഇൻസുലിൻ എടുക്കും. ഞങ്ങൾ കാരുണ്യ ഫാർമസി എന്ന് പറഞ്ഞൊരു ഇപ്പോൾ 65ഓളം ഫാർമസിയുള്ള കാരുണ്യ ചെയിൻ ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞപ്പം ഞങ്ങൾ ഇൻസുലിൻ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വാങ്ങിച്ച വിലയ്ക്കാണ് വിൽക്കുന്നത്. അപ്പോൾ അതിനകത്തുള്ള ബിസിനസ് ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസുലിൻ എടുക്കുന്നവർ വേറൊരു 5 മരുന്നൂടെ കഴിക്കുന്നുണ്ടാവും. ആ മരുന്നാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, അതിനകത്ത് ലാഭമുണ്ട്. അപ്പോൾ ഇതിനകത്ത് എടുക്കേണ്ട കാര്യമില്ല, അവരെ അട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ കേരളീയർ ആണെന്നുണ്ടെങ്കിൽ ആഹാരത്തിനകത്ത് ഈ ചോറ്, ചിലർ വിചാരിക്കും ചപ്പാത്തി കഴിച്ചു കഴിഞ്ഞാൽ ഇത് കുറയുന്നു. ഇല്ല, കുറയത്തില്ല. കലോറി ഒന്ന് തന്നെയാണ്. ഇത് കുറച്ച് പച്ചക്കറി, അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ ഫിഷ് അത് കഴിക്കുന്നവർ, അല്ലെങ്കിൽ അതിനെ പ്രോട്ടീൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ സമ്പൂർണ്ണ തളിക എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ നമ്മൾ ഈ ന്യൂട്രീഷൻ മിഷൻ്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ചോറ് ഏതാണ്ട് ഒരു വളരെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളതാണ്. ആ ലിമിറ്റഡായിട്ട് കഴിച്ച് അതിനോടൊപ്പം തന്നെ ഇതിനെ സപ്ലിമെൻറ്റ് ചെയ്യുക. 5 ഐറ്റംസാണ്. മൈ പ്ലേറ്റ് എന്ന് പറഞ്ഞ് അമേരിക്കയിൽ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു.
മൈ പ്ലേറ്റ് ക്യാമ്പയിൻ പോലെ തന്നെ ഞങ്ങൾ സമ്പൂർണ്ണ തളിക എന്ന് പറഞ്ഞിട്ട് കേരളത്തിലൊരു ക്യാമ്പയിൻ കാര്യമായിട്ട് ലോഞ്ച് ചെയ്യാനായിട്ട് നിൽക്കുകയാണ്. അടുത്ത കൊല്ലം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ചധികം ബേസിക് ആയിട്ടുള്ള വർക്ക്. ഇതിൽ നമ്മുടെ ആഹാരത്തിലുള്ള നമ്മുടെ പ്രത്യേകിച്ച് ഈ പറയുന്ന ചോറ് വളരെയധികം ക്വാണ്ടിറ്റി കുറയ്ക്കണം. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അയ്യോ ഇത്രയും കഴിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ എന്താണ്, എങ്ങനെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? ഒന്നും സംഭവിക്കത്തില്ല, ഒന്നും സംഭവിക്കത്തില്ല. നമ്മളുടെ ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ആഹാരം കഴിക്കുന്നതുകൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല ശരീരത്തിൽ. അത് വെറും സൈക്കോളജിയാണ്, വെറും സൈക്കോളജി ആയിട്ടുള്ള ഇത് ഇത്രയും കഴിച്ചാലേ എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മുടെ റൈസും ബാക്കിയുള്ള എല്ലാം കുറച്ചിട്ട് അതിന് ഞങ്ങളുടെയൊക്കെ ഇപ്പോൾ ആഹാരം ആ രീതിയിലാണ്. കുറച്ച് കഴിക്കുക, ചോറെടുക്കുക, അതിനകത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഇരട്ടി തന്നെയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഇടുക. ഫിഷ് ആണെന്നുണ്ടെങ്കിൽ മിക്കവാറുള്ള ദിവസം കഴിക്കും. സർ, ഒരു വീട്ടമ്മ നിലയ്ക്ക് ഞാൻ ചോദിക്കുക, ഇപ്പോൾ സാർ ഇതിനെ പറ്റി ഒരുപാട് അറിവുകൾ തന്നു ന്യൂട്രിമിക്സിനെ കുറിച്ച്, അതിൻ്റെ കാര്യങ്ങളെല്ലാം ഇപ്പം നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് അത് മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ നമ്മൾ കേൾക്കുമ്പോൾ ഒരു വീട്ടമ്മ എന്ന നിലയ്ക്ക് എത്രയായാലും സ്വാർത്ഥയാണ്. എൻ്റെ മകൻ ഇന്ന ഡിഫക്ട്സ് ഉണ്ടെന്ന് എത്രയായാലും ഈ ഒരു ഇൻ്റർവ്യൂ കേൾക്കുമ്പോൾ ഒരു അമ്മയ്ക്ക് മനസ്സിലാവും, ഈവൻ ഞാൻ ഉൾപ്പെടെ. എൻ്റെ ഒരു സ്വാർത്ഥ ചിന്ത ഞാനാണെങ്കിൽ, ഞാൻ എൻ്റെ കാര്യം മാത്രം പറയാം, ഞാൻ പിറ്റേ ദിവസം രാവിലെ ഇത് അന്വേഷിച്ച് പോവും, ഈ ന്യൂട്രിമിക്സ് എവിടെ കിട്ടും, എൻ്റെ മോൻ ഇത് കൊടുത്താൽ അവന് നല്ല ഒരു ആരോഗ്യം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നത് കറക്റ്റ് അല്ലേ? അപ്പം ഇപ്പം നമ്മൾ ഏതൊരു പ്രായത്തിലുള്ള കുട്ടികൾക്കും ഇത് കൊടുത്താൽ ഇറ്റ്സ് ഓക്കെ അല്ലേ? ഏതൊരു പ്രായത്തിലല്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പ്രത്യേകിച്ച് ഫൗണ്ടേഷണൽ സ്റ്റേജിലാണ് നമ്മൾ ഇത് കറക്റ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ ഇപ്പം വരുന്ന ന്യൂട്രിമിക്സിന്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ ഈ 243 യൂണിറ്റിലും ഫോർട്ടിഫൈഡ് ആയിട്ട്. സർ ഒരു മിനിറ്റ്, ഇപ്പൊ 45 എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും, പക്ഷേ എന്നെ കൂടെ കൂട്ടിക്കോ, എനിക്ക് മനസ്സിലായില്ല 45 എന്നുള്ള അർത്ഥം പറഞ്ഞാലേ എൻ്റെ കുറേ ചേച്ചിമാർക്ക് ഇതിനെപ്പറ്റി അർത്ഥം മനസ്സിലാവും. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ ഉപ്പ് സാധാരണ രീതിയിൽ കഴിക്കുമായിരുന്നു. അയഡൈസ്ഡ് ഉപ്പ് എന്തിനാണ് കഴിക്കുന്നത്? നമുക്ക് തൈറോയിഡ്, ഗോയിറ്റർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് കമ്പൽസറി ആയിട്ട് അയഡൈസ്ഡ് ആയിട്ടാണ് ഉപ്പ് കഴിക്കണമെന്നുള്ളത് വന്നത്. എന്ന് പറഞ്ഞതുപോലെ ഓയിലിനകത്ത് ഈ പറയുന്ന മൈക്രോ ന്യൂട്രിയൻസും കൂടെ ചേർത്തിട്ട് വരുന്നു. ഇപ്പം മിൽമയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അംഗൻവാടിയിൽ പൈലറ്റ് ലെവലിലേക്ക് ഞങ്ങൾ എല്ലാ പഞ്ചായത്തിൻ്റെ അടുത്ത് അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ ഫണ്ടിൽ നിന്ന് അത് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള മിൽക്കുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിലുള്ള പ്രോസസ്സിലുള്ള മിൽക്ക് നമ്മളൊരു അംഗൻവാടിയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ 2-3 ദിവസം ഇരിക്കും. ഇത് 90 ദിവസം വരെ ഇരിക്കും, ഒരു പ്രശ്നവുമില്ല. അതിനകത്ത് ഈ പറയുന്ന മൂലകങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ പാലിനകത്ത് പിരിഞ്ഞു പോകുന്ന ഒരു പ്രശ്നമില്ല. അപ്പം ഫോർട്ടിഫൈഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉള്ള മിൽക്ക് നമ്മുടെ വീടുകളിൽ വാങ്ങിച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അതിന് പകരമാണെന്നുണ്ടെങ്കിൽ ഇപ്പം പല പാലുകളും യാതൊരു, പ്രത്യേകിച്ച് മിൽമ നമുക്ക് ധൈര്യമായിട്ട് പറയാം, കേരളത്തിൻ്റെ തന്നെ സർക്കാർ തന്നെ നടത്തുന്നതാണ്. ഈ അമ്മമാരുടെ എല്ലാം ഒരു പ്രശ്നം എന്താണെന്നറിയാം, അവർ ഈ എല്ലാത്തിൻ്റെയും ലെഫ്റ്റ് ഓവേഴ്സാണ് കഴിക്കുന്നത്. വീടുകളിലുള്ളതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് ഓവേഴ്സ് മാത്രമാണ്. അത് അവരുടെ ആരോഗ്യം നന്നായാൽ മാത്രമേ കുടുംബത്തിൻ്റെ ആരോഗ്യം നന്നാകുകയുള്ളൂ എന്നുള്ളത്. ഇപ്പോൾ ഈ ഞങ്ങളുടെ ന്യൂട്രിമിക്സ് ചെന്ന് കഴിയുമ്പം ആ കുടുംബാംഗങ്ങളെല്ലാവരും കഴിക്കും. അവരെല്ലാം കഴിക്കുന്നുണ്ട്, അവർക്ക് വേണ്ടി ഇൻറ്റൻറ്റ് ചെയ്തിട്ടുള്ളതല്ല. അവർക്ക് ആഹാരം കഴിക്കാനില്ലെങ്കിൽ ഇത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അമ്മമാരിത് നിർബന്ധമായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ എത്തിക്കുക, അമ്മമാർ കഴിക്കുക. കാരണം വെച്ചാൽ ഇവർക്ക് വേണ്ടിയാണ് ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിപ്പോൾ ആണെന്നുണ്ടെങ്കിൽ 243 യൂണിറ്റിൽ നിന്നും ഫോർട്ടിഫൈഡ് ആയിട്ടുള്ളതാണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ 11 മൈക്രോ ന്യൂട്രിയൻസ് ഇത് കുഞ്ഞുങ്ങളുടെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകൾ, ലാക്ടേറ്റിംഗ്, കാരണം വെച്ച് കഴിഞ്ഞാൽ അമ്മ കുഞ്ഞിന് പാൽ കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശരീരത്തിൽ നിന്ന് പോകുന്ന കാൽഷ്യമാണ്. അപ്പോൾ അതിനെ പോഷകങ്ങൾ ചെന്നാലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ചെയ്യുന്നതിന് പകരം ആ കുടുംബാംഗങ്ങൾക്കും അപ്പൂപ്പനും അമ്മമ്മയ്ക്കും ഒക്കെ കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷെ കൊടുക്കുമ്പോഴത്തേക്ക് ഇവർക്കുള്ള ഇൻടേക്കാണ് ഇല്ലാതായി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ വാല്യുബിൾ ന്യൂട്രിമിക്സ് എന്ന് പറഞ്ഞാൽ അമൃതം എന്നാണ് പറയുന്നത്. ഏതാണ്ട് സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം അമൃതം തന്നെയാണിത്. ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഞാൻ ഒരു അമ്മയാണ്, ഒരു സ്ത്രീയാണ്. അപ്പം ഞാൻ ശരിക്കും സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു അബ്യൂസ് എന്ന് പറയുമ്പോൾ സർ ഇപ്പം സ്റ്റിൽ ഈ ഒരു നിമിഷം വരെ ഞാൻ പറയാം, ഒരു സ്ത്രീ ഇപ്പോഴും സേഫ് അല്ല എന്നേ ഞാൻ തർക്കിക്കുള്ളൂ സാറിൻ്റെ അടുത്ത്. ശരിക്കും ഇപ്പോൾ ഒരു ഒറ്റയ്ക്ക് എവിടെയെങ്കിലും പോയാൽ പോലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തൊഴിലാളികൾ വരാറുണ്ട്, അവരിവിടെ ജോലി ചെയ്യാറുണ്ട്. എല്ലാവരും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മുടെ മലയാളി കുട്ടികൾ കുറച്ച് റൂറലായിട്ടുള്ള സ്ഥലത്തായാലും സിറ്റിയിലായാലും മോശമായി അബ്യൂസ്ഡ് ആയി പോകുന്നുണ്ട്. അതിനൊക്കെ ശരിക്കും നമ്മൾ പെട്ടെന്നൊരു സഡൻ വന്നാലൊക്കെ നമ്മൾ എങ്ങനെ തന്നെ റിയാക്ട് ചെയ്യണമെന്നോ, അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ കൂടെ നിന്നാൽ പോലും അവർ പോലും ഇതിനകത്ത് വിക്ടിം ആവുമോ എന്നുള്ള പേടി കൊണ്ട് പോലും നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് കുറേ പേര് മാറി നിൽക്കാറുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് വന്നു കഴിഞ്ഞാൽ ഇവരെന്താ ചെയ്യുക? ഒരു ഓപ്ഷൻ ഇല്ല. ഇത് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിനകത്ത് ഒത്തിരി വ്യത്യാസം വരുത്താനുണ്ട്. നമ്മൾ പണ്ട് തൊട്ടേ കുട്ടികളുടെ അടുത്തെല്ലാം, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അരുത് അരുത് അരുതെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ പെൺകുട്ടികൾ ബോൾഡായി കഴിഞ്ഞാൽ അവളെ ഒരു അഹങ്കാരിയാണ്, തൻ്റെടിയാണ്, അവൾ മുന്നോട്ട് വരുന്നതാണെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെ ഉള്ളൊരു ഇതുണ്ട്. എന്താണെന്നറിയില്ല, ഏതാണ്ടൊരു വളരെ നാമമാത്രമായിട്ടുള്ള കുറച്ച് ആൾക്കാർ കേരളത്തിൽ അത് വിശ്വസിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഈ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ ശ്രദ്ധേയമായിട്ടുള്ളൊരു പരിപാടിയാണ് നൈറ്റ് വാക്ക് എന്നുള്ളത്. ഗവൺമെൻറ്റിൻ്റെ സധൈര്യം മുന്നോട്ട് എന്നുള്ളൊരു പദ്ധതിയുടെ ആയിട്ട്. എന്താണ് ഒരു സ്ത്രീക്ക് കേരളത്തിൽ നടക്കാൻ പറ്റാത്തത്? കേരളത്തിന് വെളിയിലുള്ള എല്ലാ ടൗണുകളും, ഇന്ത്യ മൊത്തം ഞാൻ യാത്ര ചെയ്തിട്ടുള്ള ആളാണ്. അവിടെ ഒരു പ്രശ്നമില്ല. ബോംബെ ചെന്നാലും ചെന്നൈയിലോ പോയാലും ഒരാൾ ഒരു അസാധാരണമായിട്ട് എത്രയോ ആൾക്കാർ രാത്രിയും കഴിച്ചിട്ടാണ് ജോലിക്ക് പോകുന്നത്. ഇവിടെ ഒരു രാത്രിയിൽ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്താ ഇവിടെ നിൽക്കുന്നത്? എന്ത് പരസ്യമായിട്ട് എന്നിട്ട് ഒരു പെൺകുട്ടി എടുത്ത് ചോദിക്കുക എത്ര റേറ്റ്? അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ, ഞാൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതുന്നത്, കുറച്ചധികം ഞരമ്പ് രോഗികളുള്ള ഒരു സംസ്ഥാനമാണ്. കുറച്ചധികം എന്ന് പറഞ്ഞാൽ ഒരു വിരലിലുണ്ടാവുന്ന ഒരു മേ ബി 20,000 പേര് കാണുമായിരിക്കും, 30,000 പേര് കാണുമായിരിക്കും. കേരളത്തിൻ്റെ പോപ്പുലേഷനായിട്ടുള്ള 3.25 കോടി ജനങ്ങളെ വെച്ച് നോക്കുന്നുണ്ട് ഇതൊരു നിസ്സാരമായിട്ടുള്ള. അപ്പം നമ്മുടെ പോലീസിൽ പോലും ഇതൊരു ചെറിയ ക്രൈം അല്ലേ, അത് ഒരാൾ അങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അതല്ല, ഒരാളുടെ ഒരു റൈറ്റാണ് അവിടെ നിൽക്കുന്നത്. ഒരു പുരുഷൻ നിന്നാൽ ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ അതോടൊപ്പം തന്നെയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ നിന്നാലും ചോദിക്കേണ്ട കാര്യമില്ല. അവരുടെ മാറ്ററാണ്. അവർ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിവിടെ നോക്കാനായിട്ട് പോലീസുണ്ട്, നാട്ടുകാർ നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആവശ്യമില്ലാതെ അത് എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഇത്രയൊക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിദേശങ്ങളിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഈ കിണറ്റിലെ തവള പോലെ കുറച്ച് ആൾക്കാർ ഇതിനകത്തുണ്ട്. അവർ ഈ പുറത്ത് കിടക്കുന്ന ഒന്നും അറിയുന്നില്ല. അവർ ലോകം ചുറ്റുപാടുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്ന അവരറിയുന്നില്ല. അവരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനകത്ത് ഞങ്ങൾ സധൈര്യം മുന്നോട്ടിൻ്റെ ഭാഗമായിട്ട് ഒന്ന് നൈറ്റ് വാക്ക് ഇപ്പം സംഘടിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് 7,000-ഓളം സ്കൂളുകളിലെ കുട്ടികൾക്കാണെന്നുണ്ട് സെൽഫ് ഡിഫെൻസ് ആയിട്ടാണെന്നുണ്ട് പോലീസിൻ്റെ സഹായമായിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണെന്നുണ്ട് ഇപ്പം ദ റിയൽ മെൻ എന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ ആരംഭിക്കാൻ പോവുകയാണ്. അതായത് ദ റിയൽ മെൻ എന്ന് പറയുന്ന ആൾ സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്, കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നവരാണ്, അല്ലാതാണെന്നുണ്ടെങ്കിൽ അവരെ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാരല്ല. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് ഓഫ് ക്യാമ്പയിൻ സധൈര്യം മുന്നോട്ടിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ മാറ്റും. എനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രിയിൽ നൈറ്റ് വാക്കിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലൂടെ നിങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കും, ഇന്നും നടക്കുന്നുണ്ട്, ഇന്നലെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ പബ്ലിക് സ്പേസ് റീഗെയിൻ ചെയ്യാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മാറണം. പിന്നെ ചിലർക്കൊക്കെയാണ് ചില അടി കൊടുക്കേണ്ട ചില കേസുകൾ ഉണ്ടായിട്ടാണെന്ന് തോന്നിയത്. അത് സ്ത്രീകൾ എപ്പോൾ അടി കൊടുക്കുന്നോ അന്നേരം ശരിക്കും പറഞ്ഞ ഒരു സ്ത്രീ തന്നെ അത് റിയാക്ട് ചെയ്താൽ അത് നിൽക്കുള്ളൂ. നാളെ ഒരു നല്ല സമൂഹത്തെ വാർത്തെടുക്കാൻ അമ്മമാരുടെ ഒരു പങ്ക് ഏറ്റവും കൂടുതൽ 90% ഉണ്ട്. ആ കർത്തവ്യം ഞങ്ങൾ പൂർത്തീകരിക്കും. ശരിക്കും ഇത്രയും നേരം വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് സാറിന് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ തന്നില്ല, അതാണ് സത്യം അല്ലേ? പക്ഷേ ഇന്ന് ഞാൻ ശരിക്കും ഈ ഒരു ഷോ ചെയ്ത സാർ ഇവിടെ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സാറിന് ഗവൺമെൻറ് ഇറക്കിയ ആ ന്യൂട്രിമിക്സ് പ്രോഡക്റ്റ് വെച്ച് തന്നെയാണ് ഞാൻ ഇന്ന് ഈ ഒരു പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാക്കിയത്. പക്ഷെ കുട്ടികൾ കഴിക്കണം എന്നുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഗിമിക്സ് ഒക്കെ അമ്മമാർ കാണിച്ചാൽ മാത്രമേ അവർ കഴിക്കുകയുള്ളൂ. സാറിൻ്റെ അടുത്ത് തന്നെ അത്രയും വാല്യുബിൾ ആയിട്ട് ഇതിൻ്റെ എന്താണ് അതിൻ്റെ വില എന്നുള്ളത് ഇപ്പം ഞങ്ങൾക്ക് കുറേ മനസ്സിലായി. ഇനി നാളെ തൊട്ട് ഞങ്ങളുടെ മലയാളി പ്രേക്ഷകരിലെ അമ്മമാരെ എല്ലാം ഇത് കാര്യമായിട്ട് എടുത്ത് കുട്ടികൾക്കും എല്ലാം കൊടുക്കും. സാർ എന്തായാലും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ സ്മൂത്തി ഒക്കെ അമൃതം ന്യൂട്രിമിക്സ് ഞങ്ങൾ ബനാന ഇട്ടു, പിന്നെ ഈ ഗ്രൗണ്ട് നട്ട്സ് ഇട്ടു, പിന്നെ ഓട്സ്. ഇതെനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവർ 1 മിനിറ്റ് പോലും 1 മിനിറ്റിനുള്ളിൽ ഇത് കഴിച്ചു തീർക്കും. ഇതിനകത്ത് പഞ്ചസാരയില്ല, അതിന് പകരം അമൃതം ന്യൂട്രിമിക്സ് ആണ് ഞാൻ ഇട്ടത്. റിയലിറ്റി എനിവേ താങ്ക് യു വെരി മച്ച് സർ. ഞങ്ങൾ ഇനി സാറ് പറഞ്ഞ പോലെ സാറിൻ്റെ വാല്യുബിൾ കമൻസ് ഒക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും അത് പ്രാവർത്തികമാക്കും. ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ വന്ന് ഞങ്ങളോട് ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് താങ്ക് യു വെരി മച്ച്. താങ്ക് യു ആനി. എൻ്റെ ചേച്ചിമാരും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ അമ്മമാർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ വാങ്ങിച്ച് സത്യം പറഞ്ഞാൽ ഇതേപോലെ സ്മൂത്തീസും ഡെസേർട്സും ഒക്കെയാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കിയത്. ഇപ്പോൾ അതിന് സ്വീറ്റ് കൂടുതലാണ്, പക്ഷേ എന്നാലും സാർ ഇപ്പോൾ പറഞ്ഞ പോലെ അതിൻ്റെ കണ്ടൻറ്റ് ഇച്ചിരി കുറച്ചിട്ട് പനം കൽക്കണ്ടവും ഇത് ബ്രൗൺ ഷുഗറും ഒക്കെയാണ് ചേർക്കുന്നത്. അത് കുറച്ചുകൂടെ നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. അമ്മമാരെത്രയായാലും സ്വാർത്ഥ പിടിക്കുന്ന കുഞ്ഞുങ്ങളോട് മാത്രമാണ്. അവർ ഏറ്റവും കൂടുതൽ ആരോഗ്യമായിട്ടിരിക്കണം, അവരുടെ എന്താ പറയുക ഏറ്റവും നന്നായി വരണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്ക് തോന്നുന്നു ലോകത്തെല്ലാ അമ്മമാരും മാത്രം, അച്ഛന്മാരുണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ഏറ്റവും കീനായിട്ട് നോക്കുന്ന അമ്മമാരാണ്. അതുകൊണ്ട് നമ്മൾ അമ്മമാർ ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കുക, കുട്ടികളുടെ ആരോഗ്യത്തെ പറ്റി ശ്രദ്ധിക്കുക, സാർ പറഞ്ഞ എല്ലാ കാര്യങ്ങളെയും പറ്റി പ്രാവർത്തികമാക്കുക. ഇതേപോലെ പോസിറ്റീവ് വൈബ്രേഷൻസോട് കൂടി നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.